ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാകുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രഭൃതിഭർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. രാമ 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 രാമപാദം ചേരണി മുകുന്ദ രാമ പാഹി മാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നീൻ. വാണിടുക അനാരതം എന്നുടനാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുത നാവിന്മേൽ നടനം ചെയ്യണാം കാനനേ യഥാ കാനനേ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജവാസേ ബാലേ. വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നീണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ.
വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച് അനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതൻ മായാഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നീൻ. വാരിജോത്ഭവൻ ആദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണ അരുണാംബുജലീന പാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നീ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദത്തിന് ആധാരഭൂതന്മാർ ഈ കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ സാധുശങ്കര വിഷ്ണു പ്രവരന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്ക് ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദൻ അജ്ഞാനി നാമാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്ക് അറിയാമണ്ണം ചൊല്ലിയിടുന്നീ. വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞ് ഉണർന്നാവോളം തുണയ്ക്കണം. സുരസംഹതിപതി തതനു സ്വാഹാപതി വരദൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രഥമ ഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ. അഗ്രജൻ മമ സദാ വിദുഷാ അഗ്രേസരൻ മൽ ഗുരുനാഥൻ അനേക അന്തേവാസികളോടും ഉൾക്കുരുന്നെങ്കിൽ വാഴുക രാമനാ ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ലാത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ട് ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക വണ്ണം എന്നാവിന്മേൽ ഏവം ചൊൽവാൻ നാണമാകുന്നു. താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത് ചേതസി സർവം ക്ഷമിച്ചിടുവിൻ.
കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം. ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ. രാമമഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായൊരു കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്ത് അതുമൂലം ദുഗ്ധാബ്ധി മധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കിൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തന്നെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്ത വാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉമാമഹേശ്വര സംവാദം. കൈലാസ അചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു. വാമോ ഉത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തു എന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുവെന്ന് കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്ന് നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസ ചോദിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ച് ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോ ഉപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവ എല്ലാം എന്നോട് ഒന്നൊഴിയാതെ വണ്ണം നിൻ തിരുവടി അരുൾ ചെയ്തു. കേട്ട് അതുമൂലം സന്തോഷം അകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂല അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപദേ. ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ പാരം ആഗ്രഹമുണ്ടു. ഞാൻ അതിൻ പാത്രം എങ്കിൽ കാരുണ്യാബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിൻ തിരുവടി ഒഴിഞ്ഞില്ലിത് ഇല്ല അത് ചൊൽവാൻ. ഈശ്വരീ കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്ത് അതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യൻ ഈശ്വരൻ മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല. ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ല ആരെയും ജീവനാഥേ.
അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കൽ ഏറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസമൃതം ആകമൂലം. സീതാരാഘവ മരുൾ സൂനുവ സംവാദം മോക്ഷസാധനം ചൊൽവൽ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തി കണ്ഠനെ കൊന്ന് ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വര അയോധ്യപുക്ക് അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ. മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാമ്യമാം ചരിതവും കേട്ട് ആനന്ദിച്ചും നിർമ്മല മണില സൽകാഞ്ചന സിംഹാസനീതൻ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദം ഇരുന്ന് അരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാറു ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ട് സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലുമുണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തി നാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം ആശയമില്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷം ഇവൻ ഏതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോ ഉപദേശത്തിന് ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥകളിൽ ഉത്തമോത്തമനടോ. ശ്രീരാമദേവനേവും അരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. എന്നുടെ തത്വം ഇനി ചൊല്ലിടാം ഉള്ളവണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ. എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു.
തൽസാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാ അവയെല്ലാം തൽ സ്വരൂപത്തിങ്കിലാക്കിയിടുന്നു ബുധജനം. സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽ സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ. ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം വൃഥയായി അടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്ക് യാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്ത് പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരം അകമ്പുക്ക് മുപ്പുര വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപ്പാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്ക് തടുത്തൊരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോട് അയോധ്യയും പുക്ക് 12 സംവത്സരം ഇരുന്ന് സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ. അത് മാതാവ് കൈകേയിയും മുടക്കി അത് മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോട് ഉദകക്രിയകൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരുണ്യം പുക്ക കാലത്ത് വിരാധനെ ഖണ്ഡിച്ചു. കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്ത് ദണ്ഡമെന്നിയേ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്ര വാണിടും കാലം പുഷ്കരശര പരവശയായി വന്നാളല്ലോ. രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയൊടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൻ മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസിന് മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ട് മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു. പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു. മിത്രമായിരിപ്പൂതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു. പുത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീത അന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്ര അമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസിനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോട് അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായി ഇരുന്നരുളിടിനാൻ ജഗന്നാഥൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. യാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാ മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവം ആദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽഗുരു നിർഗുണൻ ജഗത് അഭിരാമൻ അവ്യൻ ഏകൻ ആനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ല ഒരു നാളും. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതന ഒരു വസ്തു ചെയ്യുകയില്ല ഒരു നാളും.
നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു. തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുള വാച പുനരവനോട് അരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവ് അറിയടോ. തേജോരൂപിണിയാകും എന്നുടെ മായ തങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ. കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലം അത് സഖേ. സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായി ഉള്ള ബിംബം നിശ്ചലം അത് സഖേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ. മൽഭക്തനായുള്ളവൻ പദം അറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രഗർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ട് ചാടി വീണ് മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാ മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും തൽഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമ ഉപദേശമില്ല ഇതിന്മീതെ ഒന്നും. ശ്രീ മഹാദേവൻ മഹാദേവിയോട് അരുൾ ചെയ്തു. രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാ ശ്രീരാമ പ്രോക്തം വായുപുത്രനായിക്കൊണ്ട് മോഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം. മോഷദം പാപഹരം ഹൃദയ ആനന്ദോദയം സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോട് ഉപദേശിച്ചതെല്ലാം. ഭക്തി പൂണ്ട് അനാരതം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ നശിച്ചു പോവും എന്ന് അരുൾ ചെയ്തു രാമൻ. മർക്കട പ്രവരനോടെന്നത് സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീ ധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേയി ദുഷ്ടൻ ലോക നിന്ദിതൻ ഏറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും. അത്ര അല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണു ലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്ത് അതു കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാ കാമുക പരമേശ്വരാ ദയാനിധേ പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായതു. മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം തന്മുഖോൽഗളിതം ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർമ്മലം രാമതത്വ അമൃതമാം രസായനം ത്വന്മുഖോൽഗളിതം ആവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ച് അരുൾ ചെയ്ത ഏതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്ക് വിദ്യ ഉണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ. കൃമണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം
മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ. സുന്ദരഗാത്രീ കേട്ടുകൊള്ളുകന്നരുൾ ചെയ്തു. വേദാവ് ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ വേദസംഹിതം അരുൾ ചെയ്തിതു രാമായണം. വാൽമീകി പുനർ 24,000 നാൻമുഖൻ നിയോഗത്താൽ മാനുഷമുക്തി അർത്ഥമായി ചമച്ചാൻ അതിലിത് ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനാൻ. ഏവം പുരാ അധ്യാത്മരാമായണം എന്ന പേരിതിന് ഇതമധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസം മിത്രസമ്പതി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തി സിദ്ധിച്ചിടും എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. വേദാവ് സുന്ദരഗാത്രീ കേട്ടുകൊള്ളുക. എന്താണ് കേട്ടുകൊള്ളുക? ഇതൊക്കെ നമ്മൾ മനസ്സിലായിട്ട് പ്രാർത്ഥിക്കണം. സീതയോട് പറയുന്ന സുന്ദരഗാത്രി ഈ കാര്യങ്ങളെല്ലാം മഹാദേവൻ ഉമാദേവിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അതുകൊണ്ട് കേട്ടുകൊള്ളുക ഈ കാര്യങ്ങളെല്ലാം. സുന്ദരഗാത്രി കേട്ടുകൊള്ളുന്ന അരുൾ ചെയ്തു. വേദാവ് ശതകോടി ഗ്രന്ഥവിസ്തരം പുരാവേദ സംഹിത അരുൾ ചെയ്തു രാമായണം. വാൽമീകി പുനർ 24,000 നാൻമുഖൻ നിയോഗത്താൽ മനുഷ്യമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിത് ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനാൻ. ഏവം പുരാ അധ്യാത്മരാമായണം എന്നു പേരിനിതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസം മിത്രസമ്പതി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരിനാരായണ. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരിനാരായണ. കൃഷ്ണ രാമ ഹരിനാരായണ. ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരിനാരായണ. മർത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ. മർത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ. കൃഷ്ണ രാമ ഹരിനാരായണ. ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരിനാരായണ. രാമ രാമ ജയ ജയ നാരായണ. രാമ രാമ ജയ ജയ നാരായണ. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരിനാരായണ. കൃഷ്ണ രാമ ഹരിനാരായണ. ശ്രീവാസുദേവ മധുസൂദന. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരിനാരായണ. രാമ രാമ ജയ ജയ ഗോവിന്ദ. ശ്രീകൃഷ്ണ ഹരിനാരായണ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കർക്കിടകം 1-ാം തീയതി തുടങ്ങിയതാണ് രാമായണം. എല്ലാ ഭക്തമക്കളും ഭക്തിപൂർവ്വം ഇത് എൻ്റെ അറിവിനൊത്ത് വായിച്ചു. അല്ലാതെ അങ്ങനെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ മക്കളുടെ എന്താ പറയുക
കുറച്ച് ഭക്തമക്കൾ പറഞ്ഞതനുസരിച്ചിട്ടതാണ് മക്കളെ. എല്ലാവരും ഇത് നിങ്ങൾ അത്രത്തോളം ഭക്തി മതി. തെറ്റുണ്ടെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഭഗവാൻ ഒന്നും ഭയക്കേ വേണ്ട. നമുക്ക് ഭഗവാനുള്ള പ്രേമമാകുന്ന ഭക്തി ഉണ്ടോ, അതിൽ കവിഞ്ഞ് യാതൊന്നും വേണ്ട. അത് മതി. എങ്കിലും നമുക്ക് ഇത് ഇത്രയും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ, അർത്ഥം പറഞ്ഞു തന്നു പോകാൻ സമയം ഒരുപാട് എടുക്കും. ഒരു മോളെന്നോട് പറഞ്ഞതാ, മമ്മി അർത്ഥം കൂടെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് മക്കളെ. അതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അറിവനുസരിച്ച്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇത് കാണുക. എല്ലാവരും ആത്മാവിൽ നിറയുക, ആനന്ദിക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക. നമുക്ക് ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകും. എല്ലാ ഭക്തമക്കളും ആത്മാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജയ ജയ രാമ.